വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിക്കുന്നത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ജിദ്ദയിലുള്ള അബയാത്തുനിന്ന് വന്നിട്ടുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫർണിച്ചർ മാത്രം മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമല്ല, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വന്ന സമയത്തിന് ഫസ്റ്റ് കാണുന്നത് കിച്ചണാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് മോഡുലാർ കിച്ചൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രിഡ്ജ്, ഓവൻ, അതുപോലെ തന്നെ പാത്രങ്ങൾ, ലൈറ്റ്സ്, ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ അവർ അതിൽ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇതാ ഈ ഒരു കിച്ചൻ്റെ ഒരു ഭംഗിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കബോർഡ്സൊക്കെ വരുന്നത് വുഡൻ കളറിലാണ്. അടിപൊളിയായിട്ടുണ്ട് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോരോ കിച്ചണും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കുകയാണ്. ഇവിടുത്തെ പാത്രങ്ങളായിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ കളർ തീമിലാണ് കേട്ടോ ഓരോരോ കിച്ചണും ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് അവർ ഓരോ കിച്ചണും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ സ്ഥലത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള കിച്ചണുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഏരിയ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വലിയ കിച്ചൻ്റെ മോഡലും, അങ്ങനെ ഒരുപാട് മോഡലുള്ള അയച്ച് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ തന്നെ ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ പാത്രങ്ങളും ലൈറ്റ്സും കട്ടിംഗ് ബോർഡുകളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ള കിച്ചണാണ് കേട്ടോ ഇവരെ നമുക്കിതാ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കണ്ടതിൽ വെച്ചിട്ട് എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. അതായത് ഒരു വൈറ്റ് തീമിൽ വന്നിട്ട് നമുക്കൊരു കിച്ചണും അതിൽ തന്നെ ഒരു ഡൈനിങ് ഏരിയയും കൂടി വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കിച്ചണാണിത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. ചെറുതായിട്ടൊരു വുഡൻ കളറും ബാക്കിയൊക്കെ വൈറ്റ് തീമിലും വന്നിട്ടുള്ളൊരു കിച്ചണാണ്. പുതിയ വീടൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതുപോലത്തെ ഈ ഒരു ഡിസൈനൊക്കെ കാണുമ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമുക്കത് ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ഇതുപോലൊക്കെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കില്ല. നമ്മളെ മനസ്സിലുള്ള പോലെ ഇത് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ഡൈനിങ് ഏരിയകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഈ വോളാണ്. അപ്പോൾ ഒരുപാട് ഡൈനിങ്സും നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനൊരു ഡൈനിങ് ഏരിയ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഒരു ലൈറ്റിൻ്റെ ലോകമാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതലും അങ്ങനെ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. ഉണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി ലൈറ്റ്സാണ്. വലിയ ലൈറ്റ്സും ഉണ്ട്, അതുപോലെ വോളിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ലൈറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സത്യം പറയാലോ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ലൈറ്റ്സിൻ്റെ ഏരിയ ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിനി കാണുന്നത് ഇവിടെ ഈ ബെഡ്റൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ട് കുഞ്ഞു ബെഡ്റൂമും മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെഡ്റൂം, ഒരു വീട്ടിൽ എങ്ങനെയാണ് മെയിൻ ബെഡ്റൂം സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് മോഡൽസ് ഇവരിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു റൂമുകളുണ്ട്. ഇതൊരു സിംഗിൾ ബെഡൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ റൂമാണ്. അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു കളർ കോമ്പിനേഷനാണ് എനിക്കിഷ്ടമായിട്ടുള്ളത്. ഒരു ഗ്രീനും അതുപോലെ ഒരു വുഡൻ കളറും ഒരു വൈറ്റൊക്കെ വന്നിട്ട് ഒരു അടിപൊളി കളർ കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെയൊക്കെ വന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെഡ്റൂമിൻ്റെ മോഡലാണ്. ചെറിയ സ്പേസിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. ഒരു ബെഡുണ്ട്, പിന്നെ അതുപോലത്തെ ഒരു വോൾമ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി ടേബിളും ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ ഇതും കുട്ടികൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ് തന്നെയാണ്. പിന്നെ ഇവിടെ ഈ സ്റ്റെയർ കയറിയിട്ട് വേണം കേട്ടോ കിടക്കാനൊക്കെ പോകാൻ. പിന്നെ മുകളിലാണ് കിടക്കാനുള്ളൊരു ഏരിയ വരുന്നത്. ഒരാൾക്ക് കിടക്കാനുള്ളൊരു സ്പേസേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബെഡ്മേൽ. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് ഒരു ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ബുക്സൊക്കെ വെക്കാനായിട്ടുള്ള ഒരു അറ കൂടി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ചെറിയ റൂമിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കിടക്കാനും പഠിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുള്ള ഒരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ആണിത്. ഇനി നമുക്ക് കുറച്ച് ലിവിങ് ഏരിയാസിൻ്റെ മോഡൽസും കൂടി കാണാം. ഇതൊക്കെ മിനിമലായിട്ട് ചെയ്തിട്ടുള്ള ഓരോ ലിവിങ് ഏരിയകളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷനും പിന്നെ വോളിലുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ലിവിങ്ങിനൊക്കെ ഇത്രയും ഭംഗി നിങ്ങൾക്ക് തോന്നുക. പിന്നെ ഇതും മിനിമലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വോളിൽ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്റ്റോണാണ്. ഇത് അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്തിട്ടുള്ള വലിയ ഹോളിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിവിങ്ങിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഒരു അറബിക് മോഡലൊക്കെയാണ്. ഇതൊക്കെ പിന്നെ ചെറിയ സോഫ സെറ്റുകളാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കളറും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കളേഴ്സൊക്കെ ആകുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാവും കാണാൻ കേട്ടോ. ഇനി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സോഫകളും അതുപോലെ തന്നെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഒരു വൈറ്റ് തീം വന്നിട്ട് അതിൻ്റെ വോളും അതുപോലെ തന്നെ ആ സോഫയും ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലാതെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. ഓവറോൾ എനിക്കിത് എല്ലാം കൊണ്ടും നല്ല ഇഷ്ടമായി. ഇനി നമുക്ക് കുറച്ചും കൂടി ബെഡ്റൂംസിൻ്റെ ഒക്കെ മോഡൽസ് കാണാം കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടി ഒരു ബെഡ് കണ്ടപ്പോൾ ഞാൻ ഇതിൽ കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കയറി കിടന്നിട്ടുണ്ട്. ഇത് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെൽഫ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഫിംഗർ വെക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫിംഗർ വെച്ചാലും തുറയുന്നുണ്ട്. ഒരു ലോക്കറിൻ്റെ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളൊരു ഷെൽഫാണ്. ഇതിലിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഓരോ സംഭവങ്ങൾ വെക്കാനുള്ളത് കേട്ടോ. അതൊക്കെ ഓച്ചാളൊക്കെ വെക്കാനുള്ള ഓരോരോ ഷെൽഫ്, താഴെ ഗോൾഡ് വെക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ അറകൾ ഇങ്ങനെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗ്ലൈസിങ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കബോർഡാണിത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ വെക്കാനായിട്ടുള്ള നമ്മളെ മേക്കപ്പിൻ്റെ ഐറ്റംസ് അങ്ങനെയൊക്കെ വെക്കാനായിട്ടുള്ള സെപ്പറേറ്റ് അറകളൊക്കെ ആക്കിയിട്ടുള്ള ഷെൽഫുകളും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരിതാണ്. അതിൻ്റെ വോളും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലുള്ള ബെഡ്റൂമുകളൊക്കെ വലിയ ബെഡ്റൂമുകളാണ് കേട്ടോ. ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ മിനിമലായിട്ട് ചെയ്തിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ബെഡ്റൂംസാണ്. പിന്നെ ഇതൊക്കെ വോളാണ് കേട്ടോ. നമുക്ക് വോൾ പേപ്പറും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് വാഷ്റൂമിൻ്റെ മോഡൽസൊക്കെ കാണാം. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഗ്ലാസ്സുകൾ, അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഷവർ, അതുപോലെ ടാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് മോഡൽ വാഷ് ബേസിന് ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പർച്ചേസിങ്ങിന് വരുമ്പോൾ ഫർണിച്ചർ ഐറ്റംസ് മാത്രമല്ല, ഡെക്കറേഷൻ ഐറ്റംസ്, അതുപോലെ തന്നെ ബെഡ് മാറ്റ്, പിന്നെ കിച്ചൺ അപ്ലയൻസസ്, പിന്നെ ബാത്റൂം ഐറ്റംസ്, പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ്, ലൈറ്റിംഗ് ഏരിയ, പിന്നെ ഔട്ട്ഡോർ ഡെക്കറേഷൻസ് ഐറ്റംസ്, സ്റ്റോറേജ് ചെയ്യാനുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതാ അത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.